ഇനി കാസർഗോഡ് നിന്ന് സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു, ഗുഡ് മോർണിംഗ്. സിജു, ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നാണ് ഈ ഹുസൈൻ അടക്കമുള്ളവരെ ഈ MDMA-യുമായി പോലീസ് പിടികൂടുന്നത്. അത് ഈ കാസർഗോഡ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ ലഹരി കച്ചവടം എന്നാണ് ഇനി നമുക്കറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയായും കുഞ്ഞാലിക്കുട്ടിയുമായും കോൺഗ്രസുമായും അടുത്ത ബന്ധമുള്ളവരാണ് ഈ ഹുസൈൻ അടക്കമുള്ളവർ. ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയാണ്. ഇനി ഇവർക്ക് പിന്നിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഈ ബാക്കി MDMA എവിടെയാണ്? ഇതിനു മുൻപും ഇവർ ഈ ലഹരി കച്ചവടവുമായി തന്നെയാണോ മുന്നോട്ട് പോയിരുന്നത്? ഇപ്പോൾ ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർക്ക് ആരാണിത് എത്തിച്ചു കൊടുക്കുന്നത്? ഇതിന് മറ്റു ശൃംഖലകൾ കേരളത്തിലുണ്ടോ എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അവന്തിക, രാഷ്ട്രീയം മറയാക്കി മയക്കുമരുന്ന് മൊത്തക്കച്ചവടം നടത്തുന്ന സംഘവുമായി ബന്ധപ്പെട്ട ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി അടുപ്പം, അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുപ്പം, അവരുടെ വീടുകളിൽ നിരന്തരം സന്ദർശിക്കുന്ന തരത്തിലുള്ള അത്രയും ബന്ധം, വിശ്വസ്തരായ ആളുകൾ. ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ് പ്രവർത്തകർ മയക്കുമരുന്നിൻ്റെ മൊത്ത വ്യാപാരികളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് മയക്കുമരുന്ന് മൊത്തമായി എത്തിക്കുന്നു. അവിടെ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. സാധാരണ നിലയിൽ കാസർഗോഡ് മാർഗമാണ് ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് കൂടുതലായി എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന രീതിയും തുടരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിലെ മൊത്ത വ്യാപാരികളാണിവർ എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വളരെ രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്നൊരു കാര്യം പോലീസ് പറഞ്ഞിരുന്നു. കാരണം ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അത് വിൽപ്പന നടത്തി അത് വലിയൊരു കച്ചവട മാർഗമായി മാറ്റിയവരാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു വരവും അതിൻ്റെ ഒരു വിൽപ്പന രീതിയും, ഈ സംഘത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ രീതി എന്ന് പറയുന്നത് ബംഗളൂരുവിൽ നിന്ന് നേരെ എറണാകുളം പെരുമ്പാവൂർ ഭാഗത്തേക്ക് മയക്കുമരുന്ന് MDMA എത്തിക്കുന്നു. അത് ഒരു വനിത വഴിയാണ് ഈ മയക്കുമരുന്ന് പെരുമ്പാവൂരിലേക്ക് എത്തുന്നത് എന്നൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അവരുടെ പേര് ഒരു പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം റിയ എന്ന പേരുള്ള ഒരു വനിതയാണ്. അത് ബാംഗ്ലൂരു സ്വദേശിയാണ് എന്നാണ് പറയുന്നത്. നേരത്തെ സാലി മുഹമ്മദ് നൽകിയ വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരും പെരുമ്പാവൂരുകാരായ ആളുകളും ഈ മയക്കുമരുന്ന് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇത് വിൽപ്പന നടത്തുന്നു. സ്വാഭാവികമായും അവന്തിക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയ ബന്ധമായിരിക്കും ഇവർ ഈ വിൽപ്പനയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാരണം പല ജില്ലകളിലും പല മേഖലകളിലും ഇവർ ഇത്തരം രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ടുള്ള സുഹൃത്തുക്കളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ബന്ധങ്ങളും ഉണ്ടാകും. അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിൽപ്പന നടത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ പ്രധാനമായും കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് മലബാർ മേഖല തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരം മേഖല വരെ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് എന്നൊരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ 14 ജില്ലകളിലേക്കും മാരക മയക്കുമരുന്നമായ MDMA എത്തിക്കുന്ന സംഘമാണിത്. അവരുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് അവരുടെ വിൽപ്പന ശൃംഖല അവർ കേരളം മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ തവണ ഇവർ പിടികൂടുന്നതിന് തൊട്ട് മുമ്പ് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് 500 ഗ്രാം MDMA ആണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 230 ഗ്രാം MDMA മലപ്പുറത്തെ ഇടനിലക്കാരന് കൈമാറി. മലപ്പുറത്ത് ഇത് ആവശ്യപ്പെട്ടയാൾക്ക് കൈമാറി. അതിനുശേഷം 130 ഗ്രാം MDMA കൂടി മറ്റൊരിടത്ത് കൈമാറിയിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇടനിലക്കാരന് കൈമാറി. അതിനുശേഷം അവശേഷിക്കുന്ന 140 ഗ്രാമിനടുത്ത് MDMA-യുമായാണ് ഇവർ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് പിടിയിലാവുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തുന്നത്. കൃത്യം അളവ് പോലീസ് പറയുന്നത് 139.29 ഗ്രാം MDMA ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്.
കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇവർ ഇതേ നിലയിൽ 4 തവണ കച്ചവടം നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. 4 തവണ ഈ രീതിയിൽ കച്ചവടം നടത്തി. ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുകൾ ഇങ്ങനെയാണ്. ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഈ ചെറുകിട കച്ചവടം ഇവർ നടത്തുന്നില്ല. കാരണം ഉപയോഗിക്കുന്ന ആളുകളെ നേരിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് റിസ്ക് സാധ്യത കൂടുതലാണ് എന്ന് വൻകിട കച്ചവട സാധ്യതകൾ മാത്രം നോക്കിക്കൊണ്ടാണ് ഇവരുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കൃത്യം പറഞ്ഞാൽ 100 ഗ്രാമിന് മുകളിൽ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇവർ നൽകുന്നത്. ആവശ്യമുള്ളവർ ഇവരെ ഫോണിൽ ബന്ധപ്പെടുന്നു. ഫോണിൽ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ വിശ്വസനീയത ഉൾപ്പെടെ ഉറപ്പുവരുത്തിയതിനു ശേഷം ആ സ്ഥലത്തേക്ക് ഇവർ എത്തുന്നു. ഇവർ 3 പേരായാണ് വിൽപ്പന നടത്തുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സൈനുൽ ആബ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രതിയെ ഈ 3 പേരെ പിടികൂടിയതിന് ശേഷം പെരുമ്പാവൂരിലെത്തി ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈനുൽ ആബ്ദീനും നേരത്തെ പിടിയിലായ മറ്റ് 3 പേരും നേരത്തെ സൂചിപ്പിച്ച പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവർ, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ എല്ലാം അടുത്ത ബന്ധമുള്ള ആളുകൾ. ഇവർ 4 പേരുമാണ് ഈ വിൽപ്പനയുടെ ഒരു പാർട്ട്ണർമാർ എന്ന് പറയുന്നത്. ഇതിൽ സൈനുൽ ആബ്ദീൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വൃക്ക സംബന്ധമായ അസുഖമുള്ളതിനാൽ മറ്റ് 3 പേരാണ് കേരളത്തിലുടനീളം യാത്ര ചെയ്ത് ഇത് വിൽപ്പന നടത്തുന്നത്. ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് ഇവരുടെ 1 ഗ്രാമിന് 2200 രൂപയാണ് ഇവരുടെ ഹോൾസെയിൽ റേറ്റ്. അതായത് ഈ മൊത്ത കച്ചവട വ്യാപാരികളായ ഈ കോൺഗ്രസ് നേതാക്കൾ 2200 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും 1 ഗ്രാം മയക്കുമരുന്ന് ലഭ്യമാക്കുമെന്നുള്ളതാണ്. പക്ഷേ 100 ഗ്രാമിന് മുകളിലുള്ള കച്ചവടം മാത്രമേ ഇവർ ഏറ്റെടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കച്ചവടമാണ് നടന്നത്. 230 ഗ്രാം MDMA മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യുന്ന ഇടനിലക്കാരന് വിൽപ്പന നടത്തുന്നു. അതിനുശേഷം 130 ഗ്രാമിനടുത്ത് കണ്ണൂരിൽ വിൽപ്പന നടത്തുന്നു. അവശേഷിക്കുന്ന 140 ഗ്രാമുമായാണ് ഇവിടെ എത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയൊരു ബിസിനസ്സാണ് ഇത്. ബംഗളൂരുവിൽ 900 രൂപയ്ക്കാണ് 1 ഗ്രാം MDMA ലഭിക്കുന്നത്. ഈ 900 രൂപയ്ക്ക് ലഭിക്കുന്ന MDMA ആണ് അത് ഇവിടെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കുമ്പോൾ 900 രൂപയ്ക്കാണ് ഇവർക്ക് ലഭിക്കുന്നത്. അത് ഇവിടെ എത്തിച്ചുകൊണ്ട് 2200 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ഇത് ചെറുകിട വിൽപ്പന മേഖലയിലേക്ക് വരുമ്പോൾ ഇതിന് 3000 മുതൽ 3500 രൂപയാണ് 1 ഗ്രാം MDMAയുടെ വില വരുന്നത്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 3000 രൂപയും 3500 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കുന്നത്. ഏതായാലും ഇവർ ഈ ഒരു മാസത്തിനിടെ 4 കച്ചവടം ഇതേ നിലയിൽ നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. എത്ര കാലമായി ഇവർ ഈ കച്ചവടം രാഷ്ട്രീയത്തിൻ്റെ മറപിടിച്ച് എത്ര കാലമായി ഇവർ ഈ കച്ചവടം തുടങ്ങിയിട്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൈനുൽ ആബ്ദീൻ എന്ന് പറയുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടി. ഈ സൈനുൽ ആബ്ദീനും രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് പറയുന്നു. ആ സൈനുൽ ആബ്ദീൻ്റെ സഹോദരൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ അടുത്ത വിശ്വസ്തനായ ഒരാളുടെ സഹോദരനാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ 4ാമനായി പിടികൂടിയ ആൾക്കും വലിയ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഷ്ട്രീയം മറയാക്കി കേരളത്തിലെ യുവാക്കളെ മയക്കിക്കിടത്താൻ മൊത്തക്കച്ചവടം മയക്കുമരുന്നിൻ്റെ ഏറ്റെടുത്ത സംഘമാണ്, കോൺഗ്രസ് സംഘമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. ഇവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശനൊപ്പം അടക്കമുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേരളം ഞെട്ടേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈ മയക്കുമരുന്നിനെതിരെ വലിയ രീതിയിലുള്ള ഇടപെടൽ യുവജന സംഘടനകളടക്കം ഏറ്റെടുക്കണം. മയക്കുമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണമെന്ന് പറയുന്ന അതേ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ ആളുകൾ കേരളത്തിലെ യുവാക്കളെ മയക്കിക്കിടത്തുന്നതിന് വേണ്ടി മംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് അതിൻ്റെ മൊത്തക്കച്ചവടക്കാരായി മാറുകയാണ്. കേരളത്തിലെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ കേരളത്തിലാകെ തന്നെ മൊത്തക്കച്ചവടം നടത്തുകയാണ്. ഏതായാലും ഞെട്ടിക്കുന്ന വിവരമാണ്. ഇതിലെ ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്ര മാസമായി ഇവർ ഈ മയക്കുമരുന്നിൻ്റെ മൊത്തക്കച്ചവടം തുടങ്ങിയിട്ട് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് കൂടുതൽ വിവരം ലഭ്യമാകൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ വാഹനം ആദ്യഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ ബന്ധം പറഞ്ഞുകൊണ്ട് ഇവർ പരിശോധന ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 3 പ്രതികളും
ഉന്നത തലത്തിലുള്ള ആളുകളെ കൊണ്ട് വേണമെങ്കിൽ വിളിപ്പിക്കാമെന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയെങ്കിലും ചന്തേര പോലീസ് സ്റ്റേഷനിലെയും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡിലെയും പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനപ്രകാരമാണ് ആ പരിശോധന നടത്തിയത്. അത്തരം സ്വാധീനങ്ങൾക്ക് അവർ വഴങ്ങിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിവരം കൃത്യമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സൈനുൽ ആബ്ദീനെ പെരുമ്പാവൂരിലെത്തി കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും ഇത്തരം രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അവിടെയും പോലീസുകാർ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൈനുൽ ആബ്ദീനെ കസ്റ്റഡിയിലെടുത്ത് ചന്തേരിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും വലിയ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ മൊത്ത കച്ചവടം ഈ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ഈ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇനി അന്വേഷണം എങ്ങോട്ട് പോകുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.